ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ആയില്ലേ വീഡിയോ ആയിട്ട് എന്നെ കണ്ടിട്ട്. ദാ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാദിക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 13 ഫാദിക്കുട്ടൻ്റെ 6th ബർത്ത്ഡേ ആണ്. രാവിലെ ഇത് ഒരുക്കി സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് ആശാനെ. ഇത് തിരിച്ചു വന്ന കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. വൈകുന്നേരത്തേക്ക് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇതേ ഒരു 6th ബലൂണും ഒക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് മാത്രമേ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ അറിയാമല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ട് വാപ്പച്ചി കേക്ക് മേടിക്കാനായിട്ട് പോയ ടൈമിൽ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇതേ കേക്കൊക്കെ മേടിച്ചിട്ട് വാപ്പച്ചി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം, കേക്ക് കട്ടിങ്. പിന്നെ നമ്മുടെ ഈ ഒരു കടയ്ക്കൽ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കൊല്ലം കടയ്ക്കൽ എൻ്റെ ഈ നാടില്ലേ ആ ഒരു ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക്സും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പേജ് പറഞ്ഞുതരാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ആർട്ടിസണൽ കേക്ക്സ് ബൈ സിബിന എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അയ്യോ, എന്ത് അടിപൊളിയായിട്ടോ ആ കുട്ടി കേക്ക്സൊക്കെ ചെയ്യുന്നത്. ഞാൻ തലേ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രൊഫൈൽ കണ്ടത്. അപ്പോൾ ഞാൻ കരുതിയത് ഏതെങ്കിലും ബേക്കറി പോയിട്ട് മേടിക്കാം എന്നാണ് കരുതിയത്. കാരണം എനിക്കിപ്പോൾ ഇവിടെ അറിയാവുന്ന ഹോം ബേക്കേഴ്സ് ആരുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, മടിയൊന്നും കൂടാണ്ട് ആ കുട്ടി കേക്ക് ഓർഡർ എടുത്തു. അപ്പോൾ ഫാദിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, മെസ്സി ഉണ്ടായിരിക്കണം കേക്കിൽ. എന്ന് തൊട്ടാണ് ഈ ഒരു മെസ്സി പ്രാന്ത് തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ആളുകൊണ്ട് ഇപ്പോൾ മെസ്സി മെസ്സി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെസ്സിയുടെ ഒരു കട്ടൗട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. മോനെ, നിൻ്റെ ഫോട്ടോ പോരെ? അപ്പോൾ അവനത് പറ്റത്തില്ല, മെസ്സിയുടെ തന്നെ വേണം. അങ്ങനെ മെസ്സിയുടെ കട്ടൗട്ടും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫാദിക്കുട്ടൻ്റെ കേക്ക് ദേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെന്താ പറയുന്നത്, ഹോം മെയ്ഡ് ആയതുകൊണ്ടും ഹോം ബേക്കർ ആയതുകൊണ്ടും ഒരുപാട് റേറ്റും ഒന്നുമില്ല കേട്ടോ. നോർമലി ഉള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനൊക്കെ പേജ് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും ഒക്കെ തുടങ്ങി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്താണ് ഉപ്പച്ച ഫാദിക്കും ആമിക്കും കൂട്ട് രണ്ട് കുഞ്ഞ് കണ്ണാടി കൊണ്ടുവന്നത്. അതിൽ ആമിയുടെ കണ്ണാടി നല്ല ഫ്ലൂറസൻ്റ് പച്ച കളറായിരുന്നു, നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ വെക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊക്കെ പോയി ഒരുങ്ങി വന്നു. അപ്പോൾ ഞാനും ആമിയും കൂടി കണ്ടില്ലേ, ആമിയുടെ ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഫാദിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന സമയത്ത് ഈ കളർ ടൈപ്പ് ഒരു ഇന്നർ കണ്ടു. അപ്പോഴത്തേക്കും ഞാനും പോയിട്ട് എന്ത് ചെയ്തു, ഇതങ്ങ് മേടിച്ചു. ആമിയുടെ ഡ്രസ്സുമായിട്ട് മാച്ചായിട്ട് ഇടാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ മാച്ചായിട്ടൊക്കെ ഇട്ടാലും നമുക്കൊരു ഫോട്ടോ പോലും ഒരുമിച്ച് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മുടെ മോള് അടങ്ങി നിൽക്കത്തില്ലല്ലോ, ഫുൾ ടൈം ഓട്ടോ ആണ് ഗൈസ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുക്കണം. അവിടെ നമ്മുടെ ആമിക്ക് ആദ്യമേ കേക്ക് കെട്ടിക്കണം. ഫാദി ആണല്ലോ എല്ലാവർക്കും കൊടുക്കേണ്ട. ആമി അതിൻ്റെ ഇടയിലൊക്കെ കുത്തി നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ രണ്ടുപേരെയും ഒന്ന് അടക്കി നിർത്താമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. ഫാദി ഒരു സൈഡിൽ ഒതുങ്ങുമ്പോൾ ആമി അടുത്ത സൈഡിൽ കൂടെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉപ്പച്ചായാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഫോൺ മേടിച്ചു. അപ്പോഴത്തേക്ക് ഉപ്പച്ച പോയിട്ട് കേക്കൊക്കെ നമ്മുടെ ഫാദിക്കുട്ടൻ വായിലൊക്കെ വെച്ച് കൊടുത്തേ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു പുറത്ത്. ഒരു ഇന്ന് മൊത്തം മൂടിക്കെട്ടിയൊരു ക്ലൈമറ്റ് ആയിരുന്നേ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, പച്ചാക്കും കൂടെ കേക്ക് വായി വെച്ച് കൊടുക്കുകയാണ്. ആമി അതിൻ്റെ ഇടയിൽ കൂടെ കത്തിയൊക്കെ എടുത്ത് നക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവർക്ക് വലുതാകുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് ഓർത്തിരിക്കാനായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സ് അല്ലേ, ഇരിക്കട്ടെ. ഇവർ വലുതാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തട്ടിക്കളയുമായിരിക്കും അല്ലേ. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ എൻ്റെ പഴയ 2 ഫോൺ നഷ്ടപ്പെട്ടത് ഡിസ്പ്ലേ പോയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെയും കിടപ്പുണ്ട്. ഫാദിയുടെ കുറേ പഴയ വീഡിയോസൊക്കെ ഫോണിലും ഒക്കെ പോയി. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഞാൻ പ്രൈവറ്റായിട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോസൊക്കെ. അപ്പോൾ അത് ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അതേ കണ്ടില്ലേ ആമിയുടെ ഷോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന വഴിക്ക് വേറെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നു കേട്ടോ. ഓണം പ്രോഗ്രാമിൻ്റെ പിരിവായിട്ട് വന്നതാണ്. ആ സമയത്ത് ആമി നമ്മുടെ ഈ ബലൂൺ അങ്ങ് പൊട്ടിച്ചു ഗൈസ്. പിന്നെ കാര്യമായിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഫാദിക്കാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഫാദിക്ക് സൈക്കിൾ വിട്ടാൽ ഫോട്ടോ എടുക്കുക അത് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഫുൾ ടൈം സൈക്കിൾ വിട്ടാൽ. അതിനിടയിൽ കൂടെ ഇതേ കണ്ടില്ലേ കണ്ണാടിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടെ ആമി പോയിട്ട് ബലൂൺ ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇവരെ 2 പേരെയും കൂടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാമെന്നുള്ള ആ ഒരു തീരുമാനം ഞാനങ്ങ് തിരുത്തി.
വേണ്ട, നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഫാദിക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി.